ദൈവം ഇന്ന് പകൽ സമയം നമുക്ക് തന്ന സങ്കീർത്തനം 77-ാം സങ്കീർത്തനമാണ്. 77-ാം സങ്കീർത്തനം നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഞാൻ എത്രയും വേഗം ഒരു ചെറിയൊരു മെസ്സേജ് കൺവേ ചെയ്ത് ഞാൻ ഇരിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ഗ്രീറ്റ് യു ഓൾ ഇൻ ദ മൈറ്റി ആൻഡ് മാച്ച്ലെസ് നെയിം ഓഫ് എ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ വർഷങ്ങളിലും ദൈവം ചെയ്ത ഓരോ നന്മകൾ ഓർത്ത് നമ്മളെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ അടുത്തിരിക്കുകയാണ്. എത്രയോ ആപത്തും അനർത്ഥവും നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവം നമ്മളെ ക്ഷേമത്തോടെ പരിപാലിച്ചു. അതുകൊണ്ട് നമുക്ക് ദൈവമക്കളായിരിക്കും നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: എൻ്റെ ബലത്താലല്ല, എൻ്റെ കഴിവിനാലല്ല, മറിച്ച് ദൈവകൃപയാലത്രേ. ആമേൻ. നമ്മൾ ഈ സങ്കീർത്തനം നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് എളുപ്പം കടന്നു വരാം. ഈ സങ്കീർത്തനം എഴുതിയത് ആസാഫാണ്. ആസാഫ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. നമുക്ക് ദൈവവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സങ്കീർത്തനം എഴുതിയ ആസാഫിനെ ദാവീദാണ് തിരഞ്ഞെടുക്കുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ബട്ട് സ്റ്റിൽ ലോകത്തിൽ ദാവീദാണ് ആസാഫിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഈ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡേവിഡ് ഫൗണ്ട് സംതിങ് വെരി യുണിക് ഇൻ ഹിം. ദാവീദ് ആസാഫിൽ എന്തോ ഒരു പ്രത്യേകമായ ഒരു സംഭവം കണ്ടു. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ക്രോണിക്കൽസ് 25:1 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ആസാഫ് ഒരു വർഷിപ്പർ മാത്രമല്ലായിരുന്നു. ഇൻസ്റ്റെഡ് ഹി യൂസ് ടു പ്രൊഫെസൈ വൈൽ ഹി വർഷിപ്സ്. സോ നമ്മൾ ഈ വർഷിപ്പ് ലീഡർ, സാധാരണ വർഷിപ്പ് ലീഡേഴ്സ് വർഷിപ്പ് മാത്രം ലീഡ് ചെയ്യുമ്പോൾ ദാവീദ് കണ്ടപ്പോൾ ഇവൻ്റെ അടുത്ത് വേറൊരു കൃപയുണ്ട്. ഹി ഹാസ് സംതിങ് ഡിഫറെൻറ്റ്. ദാറ്റ് ഈസ് ഹി പ്രൊഫെസൈസ് വൈൽ ഹി വർഷിപ്സ്. ഹി ഓൾസോ ലീഡ്സ് പീപ്പിൾ ടു വർഷിപ്പ്, ബട്ട് ഹി ഓൾസോ പ്രൊഫെസൈസ്. അതാണ് ദാവീദിനെ ഒത്തിരിയും അട്രാക്റ്റ് ചെയ്ത ഒരു സംഭവം. We know that he was from the tribe of Levi. ലേവി ഗോത്രത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ്, ദാറ്റ് ഈസ് കോഹാത്തിൻ്റെ മകനായിരിക്കുന്ന ആസാഫ് എന്നാണ് ബൈബിൾ പറയുന്നത്. ആൻഡ് വി ഓൾസോ സീ ദാറ്റ് ദാവീദ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ദാവീദിന് ഒത്തിരിയും ഇഷ്ടമായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് പെട്ടകം ചുമന്നുകൊണ്ട് വന്നപ്പോഴും ആസാഫിനെ മുന്നിൽ നിർത്തുവാനിടയായത്. ബിക്കോസ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു പെട്ടകം, ദൈവ വാഗ്ദാനമായ ഒരു പെട്ടകം മറ്റൊരു ദേശത്തു നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് വർഷിപ്പ് മാത്രം പോരാ, മറിച്ച് ദർ ഷുഡ് ബി സംതിങ് ബിയോണ്ട്, ദാറ്റ് ഇസ് റെവലേഷനും വേണമെന്ന് ദാവീദിന് മനസ്സിലായി. അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയ വ്യക്തിയാണ് ആസാഫ്. അന്നേരം ഈ ആസാഫ് നമ്മുടെ എല്ലാവരുടെ പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. He had extraordinary anointing. പക്ഷേ ചില സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ, നമ്മൾ ആലോചിക്കുന്നത് പോലെ തന്നെ ഇദ്ദേഹവും ആലോചിക്കുവാനിടയായി. ആസാഫ് എഴുതിയ 12 സങ്കീർത്തനങ്ങൾ, സങ്കീർത്തനം 73 മുതൽ 83, സങ്കീർത്തനം 50-ാം സങ്കീർത്തനവും, ഇത്രയും സങ്കീർത്തനങ്ങളാണ് ആസാഫ് എഴുതിയത്. അന്നേരം ആസാഫ് എഴുതിയ സങ്കീർത്തനവും പിന്നെ അതുപോലെ തന്നെ ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങളും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഡേവിഡ്സ് സങ്കീർത്തനങ്ങൾ, ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങളെല്ലാം അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന്, പേഴ്സണലി ഹി ഫെൽറ്റ് സംതിങ് ആൻഡ് ദെൻ ഹി റോട്ട് സംതിങ്. ഹി എക്സ്പീരിയൻസ്ഡ് ഗോഡ്സ് പവർ വൈൽ ഹി വാസ് വിത്ത് ഷീപ്പ്. അങ്ങനെയൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസസ്. പക്ഷേ ആസാഫിൻ്റെ സങ്കീർത്തനങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ആസാഫ് പേഴ്സണലി കാര്യങ്ങൾ പറയുന്നെങ്കിലും പക്ഷേ അത് പറയിപ്പിക്കുന്നത് ചുറ്റിലുള്ള സർക്കംസ്റ്റാൻസസ്. ദാറ്റ് ഈസ് ഹി ഈസ് സ്റ്റാൻഡിങ് ഓൺ ബിഹാഫ് ഓഫ് ഹിസ് കൺട്രി. ദാറ്റ് ഈസ് ഇസ്രായേലിനെ വെച്ചുകൊണ്ടാണ് ആസാഫ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. തൻ്റെ പേഴ്സണലി ഉള്ള വിഷയങ്ങളെ പറ്റിയല്ല, മറിച്ച് ഇസ്രായേലിന് സംഭവിക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ ആസാഫ് ഇസ് വറീഡ് അബൌട്ട് ദാറ്റ്. അയ്യോ ദൈവമേ, നീ എന്നെ കൈവിട്ടോ, ജാതികൾ എന്തുകൊണ്ട് ഇങ്ങനെ വളരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സങ്കീർത്തനങ്ങൾ നമ്മൾ കാണുവാനിടയാവുന്നുണ്ട്. അതുപോലെ തന്നെ ആസാഫിൻ്റെ സങ്കീർത്തനത്തിനുള്ളൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഹി ക്വസ്റ്റ്യൻസ് ഗോഡ് ബട്ട് അറ്റ് ദി എൻഡ് ഹി വിൽ ഓൾസോ ഫൈൻഡ് ദി ആൻസർ. അതാണ് ഈ വ്യക്തിയുടെ ഒരു യുണിക് ക്യാരക്ടർ. എന്ന് വെച്ചാൽ ഇവൻ ചോദ്യത്തോടെ സങ്കീർത്തനം നിർത്തുന്നില്ല, മറിച്ച് ചോദ്യം ചോദിച്ചാലും ശരി, ഹി വിൽ എൻഷ്യൂർ ദാറ്റ് ഹി വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ. ഇന്ന് പകൽ സമയം ദൈവമക്കളെ, നമ്മളും ഈ ഒരു അഭിഷേകത്താൽ വേണം നമ്മൾ നിറയാൻ. ദൈവസന്നിധിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരും ബേസ്ഡ് ഓൺ ആ സർക്കംസ്റ്റാൻസസ്. നമ്മൾ നോക്കുമ്പോൾ വൈ ദസ്, എന്തുകൊണ്ട് ഇങ്ങനെ, ഞാൻ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. യെസ്, നമുക്ക് ചോദ്യങ്ങൾ വരും. ബട്ട് അറ്റ് ദ എൻഡ് നമ്മൾ തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സോ നമുക്ക് ഈ വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് നോക്കാം. സോ ഈ സങ്കീർത്തനത്തിനകത്ത് മുഴങ്ങി നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ സൈലൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നിശബ്ദത.
അതാണ് ഈ സങ്കീർത്തനത്തിൽ മുഴങ്ങി നിൽക്കുന്നത്. നമുക്ക് ആദ്യത്തെ 4 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ആസാഫ് ദൈവസന്നിധിയിൽ കിടന്ന് നിലവിളിക്കുകയാണ്. എന്തുകൊണ്ട് നിലവിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സൈലൻസ് കണ്ടുകൊണ്ട് ആസാഫ് നിലവിളിച്ചുകൊണ്ടിരിക്കുക. അന്നേരം നമ്മളിപ്പം ഈ വേഴ്സ് 1 നമ്മൾ കാണുന്നുണ്ട്, ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോടെ തന്നെ നിലവിളിക്കുന്നു എന്ന് നമ്മളവിടെ കാണുവാൻ സാധിക്കുന്നു. ശബ്ദം നമ്മൾ എപ്പോഴാണ് ഉയർത്തുന്നത്? അൺടിൽ ആൻഡ് അൺലെസ് ഒരു വ്യക്തിയെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉച്ചത്തിൽ വിളിക്കും, സോ ദാറ്റ് ഹി ഓർ ഷീ വിൽ ഹിയർ. അന്നേരം ആസാഫ് ഇവിടെ കിടന്ന് ഉച്ചത്തിൽ നിലവിളിക്കുക. വൈ? ബിക്കോസ് ഹി വോണ്ട്സ് ടു ഹിയർ സംതിങ് ഫ്രം ഗോഡ്. അന്നേരം ഇത് തൻ്റെ ആസാഫിൻ്റെ ജീവിതത്തിലുള്ള ഒരു ഹോണസ്റ്റിയെ കാണിക്കുക, തൻ്റെ പ്രയറിൻ്റെ ഹോണസ്റ്റിയെ കാണിക്കുക. താൻ അനുഭവിക്കുന്നത്, താൻ പ്രെയർ ലൈഫിൽ ചെയ്യുന്ന സംഭവങ്ങൾ താൻ വിവരിച്ചു പറയുകയാണ്. ദാറ്റ് ഈസ്, ഞാൻ ജസ്റ്റ് സാധാരണ ഒരു പ്രാർത്ഥനയല്ല ചെയ്തത്, മറിച്ച് ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ഞാൻ ദൈവത്തോടെ നിലവിളിച്ചു എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ആൻഡ് വി ഓൾസോ എക്സ്പീരിയൻസ് ദ സ്പിരിച്വൽ ഡ്രൈനെസ് എക്സ്പീരിയൻസ് ചെയ്ത എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയും പേര് കൈവക്കും. ഓക്കെ, ചിലപ്പോഴൊക്കെ എന്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല, ചിലപ്പോഴൊക്കെ അങ്ങോട്ട് ദൈവത്തിൽ ധ്യാനിക്കാൻ ഇരുന്നാലും നമുക്ക് ഒന്നും കിട്ടത്തൊന്നുമില്ല, നമ്മൾ വളരെ ഡ്രൈ ആയി പോകും. സോ അങ്ങനത്തെ ഒരു ഡ്രൈനെസ് അനുഭവിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ നമ്മുടെ ആസാഫിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഡ്രൈനെസ്സിലും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ നിശബ്ദതയുടെ പ്രത്യേകതകൾ. ഈ ആദ്യത്തെ 4 വാക്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് വരുമ്പോൾ, ദാറ്റ് ഇസ് വേഴ്സ് നമ്പർ 5 and 6 നമ്മൾ വരുമ്പോഴത്തേക്ക് ആസാഫ് ഇത്രയും വിഷമിക്കാനുള്ള കാരണം എന്തെന്നുള്ളത് പറയുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇപ്പം ഇവിടെ നമ്മുടെ പാസ്റ്റർ ഇരിപ്പുണ്ട്. എനിക്ക് ആ പാസ്റ്റർ ആരാന്നേ എനിക്കറിയില്ല. ആ പാസ്റ്റർ അവിടെ സൈലൻ്റ് ആയിട്ടിരിക്കുക. വിൽ ഇറ്റ് മേക്ക് എനി ഡിഫറൻസ്? നോ, ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. പക്ഷേ പാസ്റ്റർ എൻ്റെ ഭയങ്കര ക്ലോസ് സുഹൃത്തായിരുന്നു. പക്ഷെ വൺ ഫൈൻ ഡേ അദ്ദേഹം സംസാരം നിർത്തി, അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. ഹി ഈസ് ജസ്റ്റ് ബീങ് സൈലൻറ്റ്. അതെന്നെ വല്ലാതെ ബാധിക്കുമോ? യെസ്, അത് എന്നെ വല്ലാതെ ബാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ക്ലോസ് ആയിട്ട് നിന്നൊരു വ്യക്തി എന്നോട് എന്തുകൊണ്ട് ഇടപെടുന്നില്ല? അതാണ് ആസാഫ് 4-ാം വാക്യത്തിൽ പറയുന്നത്. ഞാൻ പൂർവ്വ ദിവസങ്ങളെയും പണ്ടത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു, രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതം ഓർക്കുന്നു, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു. വാട്ട് ഈസ് ഹി തിങ്കിങ് അബൌട്ട്? ഹി ഈസ് തിങ്കിങ് അബൌട്ട് ദ ഡേയ്സ് വേർ ഗോഡ് സ്പോക്ക് ടു ഹിം. ഒത്തിരിയും അടുത്ത് നിന്ന് ദൈവസ്പർശനം അനുഭവിച്ച ആസാഫ് ഇപ്പം പറയുക, വൈ ഗോഡ് ഇസ് സൈലൻറ്റ്. ആ വേദന, ദൈവം സംസാരിക്കാതിരിക്കുമ്പോഴുള്ള വേദന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ, ഈവൻ ഇഫ് യു ആർ സ്പിരിച്വലി ഡ്രൈ സിറ്റുവേഷനിൽ പോകുമ്പോഴും കർത്താവ് എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ള വിഷമം നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ റീതിങ്ക് ചെയ്യേണ്ട ഒരു സമയമാണ്. ആസാഫിൻ്റെ ജീവിതത്തിൽ മാത്രം ഹി ഹാഡ് ദറ്റ് പെയിൻ വിത്തിൻ ഹിസ് ഹാർട്ട് ആൻഡ് ഹി വാസ് വറീഡ് അബൌട്ട് ദാറ്റ്. ആൻഡ് വേഴ്സ് നമ്പർ 7 to 9 അവിടെ നമ്മൾ വായിക്കുന്നത്, ഈ കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവിടെ 6 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ ഈ 6 ചോദ്യങ്ങളിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാഫിന് ദൈവത്തോടുള്ള ആ ഒരു ഫെയ്ത്താണ്. സോ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫെയ്ത്തിൻ്റെ മെഷർ മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ എല്ലാം നല്ല സൂപ്പർ ഡൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ കയറി പ്രീച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വി വിൽ ഡു ഇറ്റ്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയുവാൻ സാധിക്കുന്നത്. സോ ഇവിടെ ആസാഫിൻ്റെ ജീവിതത്തിലുള്ള ആ ഫെയ്ത്ത് ദൈവം ക്ലിയർലി കാണിക്കുന്നു. പക്ഷേ ആസാഫ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവന് എന്തുമാത്രം ഫെയ്ത്ത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഹി ഈസ് ആസ്കിങ് 6 questions ടു ഗോഡ്. സോ ചിലപ്പോഴൊക്കെ ദൈവം സൈലൻ്റ് ആകുന്നതിന് പിന്നിലുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ദൈവം നമ്മുടെ വിശ്വാസത്തിൻ്റെ മെഷർ കാണിക്കുകയാണ്. ദാറ്റ് ഈസ് ഹി ഈസ് ഷോയിങ് അസ് ദാറ്റ് ഒരു കോമൺ ബാലൻസിൽ എങ്ങനെ തൂക്കി കാണിക്കുന്നു, അതുപോലെ തന്നെ ദൈവം കാണിക്കുകയാണ് ഹൗ മച്ച് യു ട്രസ്റ്റ് മീ എന്നുള്ളത് കാണിക്കുകയാണ്. സോ ഈ നിശബ്ദത ജീവിതത്തിൽ അനുഭവിക്കുന്നെങ്കിൽ ഐ വോണ്ട് ടു റിമൈൻഡ് യു ദാറ്റ് ഇത് നമ്മളെ തള്ളിക്കളയുന്നതല്ല, മറിച്ച് ഇത് നമ്മളെ ഒന്നുകൂടെ ഓർപ്പിക്കുക നമ്മുടെ ഫെയ്ത്തിൻ്റെ മെഷർ എന്തുവാണ് എന്ന്. സോ ഈ
ഇത് ഇത് ഒരു എക്സ്പോഷറിനെയാണ് കാണിക്കുന്നത്, ദൈവത്തിൻ്റെ സൈലൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേഴ്സ് നമ്പർ 10 to 12 നമ്മൾ അത് നോക്കുമ്പോൾ അവിടെ കാണുന്നു, അവിടെ എന്നാൽ അത് എൻ്റെ കഷ്ടതയാകുന്നു, അത്യുന്നതൻ്റെ വലങ്കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ആസാഫിൻ്റെ ഒരു പ്രത്യേകതയാണ്, അദ്ദേഹം ദിവസത്തിൽ ഒത്തിരി കിടന്ന് ചോദിക്കും, പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വയമേ ആൻസർ കണ്ടുപിടിക്കും. അന്നേരം ഈ പ്രശ്നത്തിന് ആസാഫ് കണ്ടുപിടിച്ച സൊല്യൂഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടത്തെ വഴികളെ ഞാൻ ഓർക്കുക. ഹി ഈസ് തിങ്കിങ് അബൌട്ട് എങ്ങനെയാണ് ദൈവം എൻ്റെ പിതാക്കന്മാരെ നടത്തിയത്, എങ്ങനെയാണ് ദൈവം കൊണ്ടുവന്നത്. ഇന്ന് പകൽ സമയവും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു ഡ്രൈനസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദിസ് ഈസ് വാട്ട് ആസാഫ് നമ്മളെ അറിയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ബെസ്റ്റ് സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടന്ന് വറിയാകല്, മറിച്ച് വന്ന വഴികളൊന്ന് ഓർത്ത് നോക്കണം. ആമേൻ. വന്ന വഴികളൊന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയും, ഇന്നേ വരെ കൊണ്ടുവന്ന നാഥൻ ഇന്നും ഉണ്ട്. ആമേൻ. സോ ഇന്ന് നമ്മളോട് ആസാഫ് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്, ദാറ്റ് ഈസ് സൈലൻസ് ഈസ് നോട്ട് ആബ്സെൻസ് ബട്ട് ഇറ്റ് ഈസ് എ ഹിഡൻ പ്രസൻസ് ഓഫ് ഗോഡ്. അത് ദൈവം മറഞ്ഞു നിന്ന് നമ്മൾ നോക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സൈലൻസ്. ആൻഡ് ദെൻ വേഴ്സ് നമ്പർ 13 to 15 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്ന വിഷയം, ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ താഴെ ദൈവത്തെ പറ്റി വർണ്ണിക്കുക. അന്നേരം ഈ ഒരു ട്രാൻസിഷൻ ഒന്ന് നോക്കണേ. ആസാഫ് ആദ്യത്തെ വാക്യം നമ്മൾ വായിച്ചപ്പം, ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ ദൈവം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആസാഫ് ഇപ്പം പറയുക, നമ്മുടെ ദൈവത്തെ പോലെ ആരുള്ളൂ. ഇതാണ് റെവലേഷൻ പ്രാപിച്ചവൻ്റെ ഗുണം. ആദ്യം ചോദ്യം ചോദിച്ചാലും ശരി, വെൻ ഹി റിസീവ്സ് ദ റെവലേഷൻ ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മുടെ ദൈവത്തെ പോലെ വേറെ ആരും ഇല്ല. ഇന്ന് പകൽ സമയം ദൈവമക്കളെ, ചില റെവലേഷൻസ് എല്ലാ വേളകളിലും നമ്മൾ പ്രാപിക്കണം. സന്തോഷത്തിലും പ്രാപിക്കണം, ദുഃഖത്തിലും പ്രാപിക്കണം, കണ്ണുനീരിലും പ്രാപിക്കണം, അതുപോലെ നമ്മൾ ആനന്ദത്തിലും നമ്മൾ പ്രാപിക്കുന്നവരായി തീരുവാനിടയാകണം. ആൻഡ് നെക്സ്റ്റ് വേഴ്സ് നമ്പർ 16 to 18 നമ്മളവിടെ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ നിശബ്ദതയും അതുപോലെ ദൈവം ഒരുക്കുന്ന അൺസീൻ പാത്തിനെ പറ്റി. കണ്ണിന് കാണാൻ പറ്റത്തില്ല, അൺസീൻ പാത്താണ്. അതിൻ്റെ ബെസ്റ്റ് വാക്യം നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വേഴ്സ് നമ്പർ 19 ആണ്. ദാറ്റ് ഈസ്, നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു, നിന്റെ കാൽ ചുവടുകളെ അറിയാതെയും ഇരുന്നു. ഓക്കെ. സോ അവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ ഈ സ്റ്റോറി നമുക്കറിയാം. ഇസ്രായേൽ ജനം വെള്ളത്തിന് മുമ്പിൽ വന്ന് നിന്നപ്പോൾ, റെഡ് സീയുടെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ, they did not see what was God doing in that midst. ആ ഒരു പ്രശ്നത്തിനിടയ്ക്ക് എന്തുവാ ചെയ്യുന്നതെന്ന് നമുക്കറിയുന്നില്ല. പക്ഷെ പൗലോസ് പറയുക, ആ പ്രശ്നത്തിന് പോക്ക് വഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ. ഒരു പ്രശ്നം വരുമ്പോൾ പോക്ക് വഴി തരുന്ന ദൈവം ഇന്ന് നമ്മളോടും കൂടെ ഉണ്ട്. പ്രശ്നം മാത്രമേ നമ്മൾ കാണത്തുള്ളൂ, പക്ഷേ പ്രശ്നത്തിൻ്റെ നടുക്ക് ദൈവം ഒരുക്കുന്ന വഴി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, this is a reminder that God wants to show, God wants you to see the unseen path that he is actually doing. And unseen path നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് കൊണ്ട് ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. ആൻഡ് ഫൈനൽ വേഴ്സ് നമ്മൾ നോക്കാം. ദാറ്റ് ഈസ്, മോശയുടെയും അഹരോന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. ഞാൻ ഈ വാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, why did Asaph use this term? we know that ആട്ടിൻകൂട്ടത്തെ നമ്മൾ ഒരു നല്ല ജലപ്രവാഹമുള്ള ഒരു സ്ഥലം, ഫോർ എക്സാമ്പിൾ ഒരു സീ ആകട്ടെ, സീയിൽ കൂടെ നമുക്ക് ആട്ടിൻകൂട്ടത്തിൽ ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നോ, ഇറ്റ് ക്യാൻ നെവർ ഹാപ്പൻ. അത് പോകത്തില്ല അൺടിൽ വി ഫോഴ്സ്. ഇൻ ദ സെയിം വേ ഇവിടെ ആസാഫ് പറയുകയാണ്, റെഡ് സീ കണ്ട് ജനം പേടിച്ച് അങ്ങോട്ട് കാല് ചവിട്ടാതെ ഇങ്ങനെ നിന്നപ്പോൾ അവരെ കയ്യിലെടുത്തുകൊണ്ട് നീ നടത്തിയില്ലേ. Amen. So this is what Asaph is trying to teach us, that even in the silence there is a great work that is happening behind. Because ഇന്ന് പകൽ സമയം നമ്മുടെ ജീവിതത്തിൽ ഏത് സൈലൻസിൻ്റെ വേളയിലും ശരി, നമ്മൾ അറിയേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണിന് കാണുന്നതല്ല, മറിച്ച് കാണാത്ത ഒരു കാര്യം നമ്മളെ ലീഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി അത് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവവചനം അതുകൊണ്ടല്ലേ പറയുന്നത്, എൻ്റെ പ്ലാനുകൾ, ദൈവത്തിൻ്റെ പ്ലാനുകൾ is way beyond than what we plan. Okay, നമ്മുടെ പ്ലാൻ എന്തുമായിരിക്കും? ചിലപ്പം ഫോർ എക്സാമ്പിൾ
ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് എന്തോ പ്ലാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും US ഒന്ന് നിൽക്കണം, മേ ബി അതായിരിക്കും ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ കർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാലല്ലോ, കർത്താവ് പറയുന്നത് നീ US നിൽക്കണമെന്നുള്ളതല്ല എൻ്റെ പ്ലാന്, മറിച്ച് എൻ്റെ പിതാവിൻ്റെ മുൻപിൽ I want to present you without any blame. ദൈവവചനം പറയുന്നത് I want to present you as a blemishless person in front of the Father. This is the thing that God is expecting from us. So അതുകൊണ്ട് ദൈവമക്കളെ, നിശബ്ദതയിലും ദൈവത്തിൻ്റെ കാര്യം വീര്യം പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം ഈ ഒരു സങ്കീർത്തനം കൊണ്ട് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.